യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങളും ദൈവവചനം പങ്കിടുവാനൊക്കെ കർത്താവ് തരുന്ന വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ സുവിശേഷ യാത്രാമധ്യേ ഒരു നല്ല സ്ഥലം കണ്ടു. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അനേകരോട് വ്യക്തിപരമായി സുവിശേഷം പങ്കിടുവാനും അനേകർക്ക് സുവിശേഷ പ്രതികൾ കൊടുക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യജീവനായ കർത്താവ് കണ്ടിട്ടുള്ള സകലരും യേശുക്രിസ്തുവിൽ വരുമെന്നുള്ള ദൈവിക പ്രത്യാശയോടുകൂടെ കർത്താവിനോട് അധ്വാനിപ്പാൻ ദൈവം തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങളുമായൊരു പ്രത്യേക അനുഭവം ഞാൻ പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്: പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. അതെന്തിനാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നത്? സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. അപ്പോൾ നല്ലതും അല്ലാത്തതുമായ പലതും കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ശോധന ചെയ്യണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത്. നാം കേൾക്കുന്ന വചന ശുശ്രൂഷകൾ, നമുക്കുണ്ടാകുന്ന സ്വപ്നങ്ങൾ, നമുക്കുണ്ടാകുന്ന ദൈവിക ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ഇവയെല്ലാം നമ്മൾ, അതുപോലെ തന്നെ പ്രവചനം, ഇതെല്ലാം നമ്മൾ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ പ്രാദേശിക ദൈവസഭകളിലും ആത്മീക ശുശ്രൂഷകരെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ ആത്മീയമായി വിവേചിപ്പാൻ കഴിവുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ദൈവം എന്നെ അയക്കുന്ന ഇടത്തൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ അന്ത്യകാലഘട്ടത്തിന് അന്ത്യനിമിഷങ്ങളിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സകലത്തെയും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണമെന്നുള്ളതിന് ഒരു പ്രത്യേക അനുഭവം ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. 2007 ആലപ്പുഴ ജില്ലയിൽ കോരവിളവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു അനുഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഞങ്ങളുടെ ടീമിൽ 6 മാസക്കാലമായിട്ട് ബൈക്ക് അപകടം സംഭവിച്ച് റെസ്റ്റ് എടുത്തൊരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ടീമിലേക്ക് വന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ആ ഒരു ദിവസമാണ്. അന്ന് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഞങ്ങളുടെ ടീമിൽ പുതുതായിട്ട് വന്നൊരു ദേവദാസനുണ്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട്, ദേവദാസനെ ഒരു നിമിഷം ഇവിടെ നിന്ന് വരാമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് വിളിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. എന്നെ മാറ്റി നിർത്തിയതിന് ശേഷം അദ്ദേഹം എന്നോട് പറയുകയാണ്: ദേവദാസനെ, ദൈവാത്മാവ് സംസാരിക്കുന്നു, നിങ്ങൾക്കൊരു അനർത്ഥം വരാൻ പോവുകയാണ്, പ്രാർത്ഥിച്ചോ എന്നിങ്ങനെ പറയുക. ഞാൻ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയി. കാരണം അനർത്ഥം സംഭവിച്ച്, ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച് 6 മാസക്കാലം റെസ്റ്റ് എടുത്ത് വന്ന ഒരു ദേവദാസനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് അടുത്ത ഒരു അനർത്ഥത്തിനെ കുറിച്ചുള്ള പ്രവചനം കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു വചനം ഓടി വന്നു. ആ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ആ വചനത്തിലുള്ള ധൈര്യം നിമിത്തമായിട്ട് ഞാൻ ആ ദേവദാസനോട് പറയാൻ തുടങ്ങിയതാണ്. നിങ്ങൾ ഏതെങ്കിലും പിന്മാറ്റക്കാരനായ ആളുകളോട് പോയി പറയാൻ ഞാനിങ്ങനെ ഒരുങ്ങിയതാ. എങ്കിലും എൻ്റെ സ്നേഹിതനായ ആ ദേവദാസൻ നിമിത്തമായിട്ട് ഞാൻ അദ്ദേഹത്തോട് അത് പറഞ്ഞില്ല. അന്നത്തെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ ഞാൻ ബൈക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ അനർത്ഥം വരാൻ പോകാന്നൊരു ആരോ മനസ്സിൽ പറയുന്ന പോലെ ഒരു ചിന്ത വരികയാണ്. തുടർന്ന് വന്ന ഓരോ ദിവസങ്ങളിലും ബൈക്ക് എടുക്കുന്ന സമയത്തും ബൈക്ക് ഓടിക്കുന്ന സമയത്തും അനർത്ഥത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങി. ഏകദേശം ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി: കർത്താവേ, അങ്ങനെ അനർത്ഥം വരാൻ പാടില്ല, അങ്ങനെ ഒരു അപകടം എനിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. ഏതോ അനർത്ഥം വരാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും പിടിമുറുക്കാൻ തുടങ്ങി. ഞാൻ ഒടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി: കർത്താവ്, ഇതെന്താ മനസ്സിലാകുന്നില്ലല്ലോ, ഇതെന്താണ് ഇങ്ങനെ? ഒടുവിൽ ഞാനത് തിരിച്ചറിഞ്ഞു. ഈ പ്രവചന ശബ്ദത്തിന് ശേഷമാണ് എൻ്റെ മനസ്സിൽ ഇത്രത്തോളം ഭീതി വരുന്നത്. രാവിലെ ബൈക്ക് എടുക്കുന്ന സമയത്തും ബൈക്ക് ഓടിക്കുന്ന സമയത്തും അങ്ങനെ ഏത് സമയത്തും ഈ അനർത്ഥത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നത് ഈ ഒരു ശബ്ദം കേട്ടതിന് ശേഷമാണല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നു. പ്രവചന ശബ്ദം കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വചനം തന്നതാണ്. പക്ഷേ ആ വചനം പതുക്കെ ഞാൻ മറന്നു പോകത്തക്ക നിലയിൽ ഈ പ്രവചന ശബ്ദം എൻ്റെ മേൽ സ്വാധീനം ചെലുത്തി. ഒടുവിൽ ഞാൻ ആ പ്രവചന ശബ്ദത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക സ്വാധീനത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക സ്വാധീനത്തെ ഞാൻ എതിർക്കുവാൻ ആരംഭിച്ചു. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ശബ്ദം എന്നിൽ നിന്ന് പൂർണ്ണമായി മാറി. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ശബ്ദങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഈ ശബ്ദങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. ദൈവാത്മാവിനാൽ പുറപ്പെടുന്ന ഒരു ദൈവിക ശബ്ദമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. എന്നതുപോലെ തന്നെ പൈശാചിക സ്വാധീനത്താൽ നമുക്കെതിരെ പുറപ്പെടുന്ന ഒരു പ്രവചന ശബ്ദത്തിൻ്റെ പിന്നിൽ പൈശാചിക ശക്തി വ്യാപരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയരുത്.
നാം കേൾക്കുന്ന എല്ലാ ശബ്ദവും ദൈവികമായിരിക്കണമെന്നില്ല. നിങ്ങൾ അംഗമായിരിക്കുന്ന പ്രാദേശിക ദൈവസഭകളിൽ കേൾക്കുന്ന പ്രസംഗങ്ങൾ, നിങ്ങൾക്കെതിരെ പുറപ്പെടുന്ന പ്രവചന ശബ്ദങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന സ്വപ്നങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന വെളിപ്പാടുകൾ, ദർശനങ്ങൾ, ഇവയെല്ലാം നമ്മൾ ശോധന ചെയ്ത് വേണം നല്ലത് നമ്മൾ മുറുകെ പിടിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് ഭേദാഭേദങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾ പ്രാപ്തരാകണം. നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും നമ്മൾ വിവേചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദൈവിക ശബ്ദം മാത്രമല്ല, പൈശാചിക ശബ്ദങ്ങളും ഈ ലോകത്തിൽ നിന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ.